മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാമറയുടെ ഒരു കലവറയിലേക്ക് വന്നേക്കുന്നത്. സാധാരണക്കാർക്ക് ക്യാമറ വാങ്ങിക്കാൻ പറ്റിയ വൻ അവസരമായിട്ടാണ് ഡേ ക്യാം കൊല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഒത്തിരി ഓഫറുകളുണ്ട്. നിങ്ങൾ ക്യാമറകൾ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഞാനത് നേരിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബ്രോയോട് ചോദിക്കാം. ഒത്തിരി ക്യാമറാസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും തുച്ഛമായ വില തൊട്ടുള്ള ക്യാമറകൾ വരെ ഇരിപ്പുണ്ട്. 5000 രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പം ഈ ബ്രോയുടെ കടയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ നമുക്ക് ബ്രോയുടെ നമ്പറൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ബ്രോയുടെ നമ്പർ ഞാൻ സ്ക്രീനിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ക്യാമറയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കാം. ചേട്ടാ, ഇതിൻ്റെ അത് നമ്മൾ വളരെ റേറ്റ് കുറഞ്ഞ സാധാരണക്കാരന് പറ്റിയ ക്യാമറ തൊട്ട് ഇതിൻ്റെ അത് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടിക്ക് പഠിക്കാൻ പറ്റിയത് തൊട്ട് വില കുറഞ്ഞ ക്യാമറകൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഒരു 6000-7000 മുതൽ എപ്പോഴും ക്യാമറ ഉണ്ട്. ഇത് DSLR സെഗ്മെന്റ് അല്ല. DSLR സെഗ്മെന്റ് 6000 വരത്തില്ല. ഇതൊരു ബ്രിഡ്ജ് ക്യാമറയാണ്. ഇതുപോലത്തെ ക്യാമറാസ് നമുക്ക് ഇപ്പോൾ ഒരു 7000, 6000 ഈ റേറ്റിനുണ്ട്. ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ്. ഫ്ലിപ്പ് സ്ക്രീനൊക്കെ വരുന്നത് അടിപൊളി ക്യാമറയാണ്. ഇതുപോലത്തെ ക്യാമറാസ് നമ്മളിൽ എപ്പോഴും സ്റ്റോക്ക് വരില്ല. ഇതൊക്കെ ഒരു 7000 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. ആ റേഞ്ചേ വരത്തുള്ളൂ. പക്ഷേ ഒരു DSLR സെഗ്മെന്റ് അല്ല, ബ്രിഡ്ജ് ക്യാമറയാണ്. നമുക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ടും ചുമ്മാ ഒരു പാഷനായിട്ട് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവർക്ക് ബോഡിയൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറ, റെഡ് കളർ നല്ല സൂപ്പർ ഒരു ക്യാമറയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഒരു ലെവലിൽ പറ്റിയ വേറെ ഏതെങ്കിലും ക്യാമറാസും ഇതിനോടൊപ്പം തന്നെ ഉണ്ടോ? നമുക്ക് ഇപ്പോൾ കണ്ട ക്യാമറയുടെ കൂട്ട് തന്നെ ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളോടൊന്ന് പറയാം. അതായത് ആ റേഞ്ച് തൊട്ടുള്ള ക്യാമറയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. നമുക്ക് പിന്നെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മിറർലെസ് ക്യാമറയാണ്. സോണിയുടെ ഒരു മിറർലെസ് ക്യാമറയാണ് ഈ കാണുന്നതൊക്കെ. മിറർലെസ് ക്യാമറ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തോ? മിറർലെസ് എന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ നോർമൽ ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് നമ്മുടെ ഒരു DSLR ക്യാമറയാണ്. ഇതൊരു ഷട്ടറാണ്. അപ്പോൾ ഇത് ഈ ഒരു മിറർ വരത്തില്ല ഇതിന്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് നോർമൽ ഇവിടെ മിറർ ഇല്ല. ഇതിന് കൂടുതൽ ക്ലാരിറ്റിയും കാര്യങ്ങളും വരും. അങ്ങനെ ഒരു ഇത് വേരിയന്റ് ഇല്ല. അതായത് ഇപ്പം പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻ വരുത്തിയിരിക്കുന്ന മോഡൽസ് ആണ് ഈ ഒരു മിറർലെസ് എന്ന് പറയുന്നത്. ഇറങ്ങുന്ന സെഗ്മെന്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് കോമ്പാക്ട് സൈസ് ആണ്. അങ്ങനെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് ഇതിന് വരുന്നത്. ഇതിപ്പോ തന്നെ ഇത് നമുക്കൊരു റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് എഡിഷൻ ക്യാമറയാണ്. വിത്ത് ഫ്ലാഷും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്ന ഒരു ക്യാമറയാണ്. സോണിയുടെ നെക്സ്റ്റ് 5T എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 18000 രൂപ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. മിറർലെസ് ക്യാമറയാണ്. 18000 നമുക്ക് എപ്പോഴും ഈ റേറ്റിന് കാണില്ല. മിറർലെസ് നമുക്ക് എന്നാലും ഏകദേശം എപ്പോഴും ഒരു 20000 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ മിറർലെസ് ഉണ്ട്. ഇത് സോണിയുടെ A6000 എന്നൊരു ക്യാമറയാണ്. ഏതാ പറഞ്ഞ? സോണിയുടെ A6000 എന്നൊരു ക്യാമറയാണ്. ഇതും ഒരു മിറർലെസ് ക്യാമറയാണ്. ഈ ഒരു ലെൻസ് അല്ല ഇതിന് വരുന്നത്, പക്ഷേ ഇത് കിറ്റ് ലെൻസ് ഇൻക്ലൂഡഡ് ആണ് വരുന്നത്. ഇത് നമുക്കൊരു ഇവിടെ സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു ആവറേജ് കണ്ടീഷൻ 22000 മുതൽ നല്ല കണ്ടീഷൻ ഒരു 27000 രൂപ വരെ വില വരുന്ന ക്യാമറയാണ് സോണിയുടെ A6000 എന്ന് പറയുന്ന ക്യാമറ. ഈ ക്യാമറ അല്ലേ? അതെ. ഇതിപ്പോ നമുക്ക് ഈ 5000 രൂപ കഴിഞ്ഞിട്ടുള്ള അതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും ഒരു 12000 റേഞ്ചിലൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉള്ളത് 12000 ആ റേഞ്ചിൽ നമ്മുടെ കാനോണിന്റെ 1100 എന്ന് പറഞ്ഞ മോഡൽ കാണിക്കുവാണെങ്കിൽ ഈ ടൈപ്പ് മോഡൽ വരും. 1100 ഈ ടൈപ്പ് മോഡൽ വരുന്ന ക്യാമറ നമുക്കൊരു 12000, 10000. ഇതിനകത്തെല്ലാം വീഡിയോയും സപ്പോർട്ട് ആണല്ലോ അല്ലേ? കേട്ടില്ല. മിക്ക ഈ ക്യാമറയ്ക്കകത്ത് വീഡിയോയും ഫോട്ടോസും സപ്പോർട്ട് ചെയ്യാം. അല്ല, നമ്മുടെ DSLR ക്യാമറ അത്യാവശ്യം ഒട്ടുമിക്ക ക്യാമറകളിലും വീഡിയോയും ഫോട്ടോ എല്ലാം സപ്പോർട്ട്. പിന്നെ ചില ക്യാമറാസിൽ കൂടുതലും കുറച്ചും കൂടെ ക്യാഷ് കൂടി വരുമ്പോഴത്തേക്ക് നല്ല മോഡൽസിൽ 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അല്ലാത്ത ക്യാമറാസിലെല്ലാം ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. പിന്നെ ഇത് ഫുജി ഫിലിമിന്റെ ഒരു ക്യാമറയാണ്. എപ്പോഴും നമുക്ക് 1-2 പീസേ സ്റ്റോക്ക് കാണത്തുള്ളൂ. ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മിറർലെസ് ക്യാമറയാണ്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഫുജി ഫിലിമിൽ മാത്രം ഇങ്ങനെ ഒരു വെറൈറ്റി ലുക്കുകൾ തരുന്ന ഒരു ക്യാമറ ഉള്ളൂ. ഇതിന്റെ ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ,
ഒരു വെറൈറ്റി, ഒരു മൊത്തത്തിലൊരു ചിറക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കളറാണ്. ബോഡിയൊന്നും കുഴപ്പമില്ല, നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ. ഇത് എത്ര രൂപ വരും? ഈ ഒരു 25 രൂപ വരുന്നത്. അതുപോലെ ഇത് സോണിയുടെ കനോണിന്റെ ഒരു R50 എന്നൊരു ക്യാമറയാണ് ഇത് വരുമ്പോഴത്തേക്ക്. കനോൺ ഇത് പുതിയതിന് ഒരു 75,000 രൂപ വിലയുണ്ട്. അത്യാവശ്യം നമുക്ക് സെക്കൻഡ് ഒരു 50,000 53,000 ആ റേഞ്ചിൽ എപ്പോഴും ഇത് സ്റ്റോക്ക് ആണ് മിക്കപ്പോഴും. ഒരു അടിപൊളി ക്യാമറയാണ് R50. ഒരു മിറർലെസ് ക്യാമറയാണ്, 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു ക്യാമറയാണ് അല്ലേ. ഇതിന്റെ ബോഡിയൊക്കെ ആണെങ്കിലും പക്കയാണ്, അതായത് ഫ്രഷ് കണ്ടീഷൻ പോലെ ഇരിക്കുക. പിന്നെ അതുപോലെ ഇത് അതിന്റെ തന്നെ R10 എന്നൊരു ക്യാമറയാണ്. ഇത് 7 months റിമൈനിങ് വാറണ്ടി വരുന്നുണ്ട്. ഇത് പുതിയതിന് ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് ഈ ലെൻസ് ഇട്ട് വിലയുണ്ട്. ഇത് 18-150 എന്നൊരു സൂം ലെൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. അതായത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ക്യാമറാസ് യൂസ് ചെയ്യാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ക് കിട്ടാനും എല്ലാം. വീഡിയോ ആണെങ്കിൽ അടിപൊളി ക്യാമറയാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. 70,000 രൂപ അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ക്യാമറ വാങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 രൂപ 6 രൂപ ക്യാമറയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പൊസിഷനിൽ വരുന്ന ക്യാമറാസ് ഒന്ന് പറഞ്ഞു. നമുക്ക് 15,000 ആ റേഞ്ചിലൊക്കെ എപ്പോഴും ഉണ്ട്. നമുക്ക് 1200 എന്ന്, അതായത് ഈ 11ന്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആണ് 1200. 1200 എന്ന് പറഞ്ഞ ക്യാമറയുണ്ട്. 1200 ഇതിനകത്തുണ്ടോ? 12 ഉണ്ട്. 12 ഇങ്ങനെ തപ്പി എടുക്കേണ്ട പാടുകൾ. ഇത് അതിന്റെ തൊട്ട് അപ്ഡേറ്റഡ് വെർഷൻ ആണ് 13. 18,000 രൂപ വരും. 15,000 മുതലുണ്ട്. ഇതിന് ഒരു ആവറേജ് കണ്ടീഷൻ അനുസരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സെറ്റപ്പിലായിട്ട് ചെയ്യേണ്ടവർ ഒരു 10 രൂപയുടെ ക്യാമറ വാങ്ങില്ല. ഞാൻ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 15-20 ഒക്കെ ഉണ്ടെങ്കിലും നല്ല ബെറ്റർ കണ്ടീഷൻ കിട്ടും. ഒരുപാട് പേര് യൂട്യൂബ്, ഇപ്പം ചേട്ടൻ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പം ചേട്ടന് തന്നെ ഒരു ഏറ്റവും നല്ലത് 20,000 മുകളിലോട്ടുള്ള ക്യാമറ വരുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ടും അടിപൊളി ഒരു ക്യാമറ കിട്ടും. അതായത് നമുക്ക് യൂട്യൂബിൽ കുറേ ആളുകൾ കാണുന്നതാണ്, ഇപ്പോൾ വീഡിയോ ക്വാളിറ്റി വേണം. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ളത് ഉപയോഗിച്ചാൽ കൊള്ളാം. ഇത് നമ്മളിപ്പോൾ സ്റ്റോക്ക് വന്നൊരു ക്യാമറയാണ്. സോണിയുടെ ആൽഫ 58 എന്ന മോഡലാണ്. വിത്ത് താണ്ട് ഈ ഒരു ലെൻസ് ഇട്ട് വരുന്നത്, സോണിയുടെ സീസൺ എന്ന് പറഞ്ഞൊരു ലെൻസ് ഇട്ട് വരുന്നതാണ്. ഈ ഒരു ലെൻസും ഈ സോണിയുടെ ഈ ഒരു ആൽഫ 58 കൂടെ നമുക്കൊരു 14,000 രൂപയ്ക്ക് കൊടുക്കാം. 14,000 രൂപയ്ക്ക് ഈ ലെൻസും ഇത് ഉൾപ്പെടെ എല്ലാം കൂടെ 14,000 രൂപയ്ക്ക് ഒരൊറ്റ പീസേ ഉള്ളൂ അല്ലേ? കൊള്ളാമല്ലോ, സൂപ്പറാണ്. ബോഡിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം പക്കയായിട്ടാണ് അല്ലേ? ഒരു ആവറേജ്, ഒരു നല്ല എക്സ്ട്രാ നീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതിലൊരു കണ്ടിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതെ. പിന്നെ ഇത് വരുമ്പം സോണിയുടെ ഒരു ഹാൻഡി ക്യാമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാമറ ഉദ്ദേശിക്കുന്നവർക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു 3,500 രൂപയ്ക്ക് കൊടുത്തേക്കാം. 3,500 രൂപ. അതെ, ഒരു ഹാൻഡി ക്യാം. ഇതിൽ കാസറ്റ് ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അത്യാവശ്യം മെമ്മറി കാർഡ് ആണോ അതോ? കേട്ടില്ല. മെമ്മറി കാർഡ് ആണോ അതോ? ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാം. പിന്നെ വേറെ ടൈപ്പ് കാർഡും ഉണ്ട്, കാസറ്റ് ടൈപ്പ്, അങ്ങനെയൊക്കെ ഇടാം. എല്ലാം ഇടാൻ പറ്റിയ ടൈപ്പാണ്. മെമ്മറി കാർഡ് ഇടാൻ പറ്റും. ബാറ്ററി താണ്ട് ഈ ഭാഗത്താണ് വരുന്നത്. വ്യൂ ഫൈൻഡർ ഉണ്ട്. ഒരു ഹാൻഡി ക്യാമാണ്. ഇപ്പൊ ഒരു പാഷനായിട്ട് ചുമ്മാ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എത്ര പറയുന്നത്? ആ ക്യാമറയ്ക്ക് എത്ര? 3,500 രൂപ. 3,500 രൂപയ്ക്ക് പറ്റിയ ക്യാമറയാണ് ഇതല്ലേ? ഇത് നമ്മുടെ പണ്ട് ഒത്തിരി സിനിമകളിലൊക്കെ കണ്ടുപിടുത്തുന്ന ക്യാമറയായിരുന്നു അല്ലേ? ഏകദേശം നമ്മുടെ മഞ്ഞുമൽ ബോയ്സില് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവിൽ എടുക്കുന്ന സാധനമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് വെറൈറ്റി മോഡൽസ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. പിന്നെ ഇത് ഫുജി ഫിലിമിന്റെ തന്നെ ഒരു ക്യാമറയാണ്. XA7 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത്യാവശ്യം അടിപൊളി ക്യാമറയാണ്. ഇത്തിരി നീണ്ട ഫ്ലിപ്പ് വേണേൽ സ്ക്രീനാണെങ്കിലും പറയാം. കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ്. ക്യാമറ അടിപൊളിയാണ്. ഇതും 4K വീഡിയോ റെക്കോർഡിങ്ങും വരുന്നത്. ഇതിന്റെ പല കളറുണ്ട്. ആ സ്ക്രീൻ ഒന്നുകൂടെ കാണിച്ചേട്ടാ. 4K വീഡിയോ റെക്കോർഡിങ്ങും അത്യാവശ്യം ഒരു അടിപൊളി. ഇതിന്റെ 3-4 കളറുണ്ട്. ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇതിനെത്ര വരുമ്പോൾ 27 അടുപ്പിച്ച് വരും. 27 വരും അല്ലേ? ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷനാണ്. അതിനകത്തും വരും ചില സമയത്ത് 24, 23. ഈ ക്യാമറ ഏതായിരുന്നു? ഇത് ലുമിക്സിന്റെ ഒരു അടിപൊളി ക്യാമറയാണ്. ഇതൊരു വെറൈറ്റി ക്യാമറയാണ്. അതായത് ലുമിക്സിന്റെ FZ 2500 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. പുതിയതിന് ഏകദേശം 70,000 രൂപ വിലയുണ്ട്. ഇപ്പോഴും ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഒരു ക്യാമറ നമുക്കിവിടെ വരുന്നൊരു 30,000 രൂപ ആ റേഞ്ചിലാണ് ക്യാമറ വരുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് പറയാനുള്ളത് ഫിക്സഡ് ലെൻസ് ആണ്. അതുപോലെ തന്നെ ഒരു മിറർലെസ് ക്യാമറയാണ്. ഇതിന്റെ സൂമിങ് വരുമ്പോഴത്തേക്ക് ഏകദേശം 24 തൊട്ട് 480 വരെ സൂമിങ് വരുന്നുണ്ട്. അതായത് 480 എക്സ്ട്രാ ഒരു സൂമിങ് ലെൻസിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ഒരു വെറൈറ്റി ഒരു ക്യാമറയാണ്. പിക്സൽ 4K വീഡിയോ റെക്കോർഡിംഗ്, ടച്ച് സ്ക്രീൻ, ഫ്ലിപ്പ് സ്ക്രീൻ എല്ലാം ഉള്ളൊരു അടിപൊളി സെഗ്മെന്റ്. എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. വേറെ ലെൻസ് എടുക്കേണ്ട കാര്യം, ഒരുപാട് ക്യാമറ ചിലർ എടുക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ലെൻസ് എടുക്കണം. ഇപ്പോൾ മിറർലെസ് ആണ്. ഇത് കണ്ട ഞാൻ അഡാപ്റ്റർ ഇട്ടിട്ടാണ് ഒരു എക്സ്ട്രാ ലെൻസ് ഇട്ടേക്കുന്നത്. അല്ലാതെ ഇതിൽ നമ്മുടെ ഇതിന്റെ തന്നെ എമൗണ്ട് ലെൻസ് വേണം. അതിന് വേറെ ഇതെന്ന് പറഞ്ഞാൽ ലെൻസ് വേണ്ട. ഇതിൽ തന്നെ ഒരു ഫിക്സഡ് ലെൻസ് ഉണ്ട്. വേറെ ലെൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി പൈസ കളയണ്ട.
ഓൾറെഡി നമ്മൾ ഈ ക്യാമറ എടുത്താൽ മാത്രം മതി ക്യാമറ എടുത്താൽ മാത്രം മതി. ക്യാമറ എടുക്കുക, ബാറ്ററി ഇടുക, കാർഡ് ഇടുക, ഫോട്ടോസ് എടുക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറാസ് ഉണ്ട്. പ്രൊഫഷണൽ ക്യാമറ 6D 5D അങ്ങനെയുള്ള മോഡൽസ് ഉണ്ട്. എല്ലാം നല്ല റേറ്റ് ഉണ്ട്. 6D ഒക്കെ ഏകദേശം 90,000 രൂപ പുതിയൊരു വില ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളതിൽ ഒരു 16,000 മുതൽ സ്റ്റോക്കാണ്. ആവറേജ് കണ്ടീഷൻ, നല്ലൊരു കണ്ടീഷൻ വരുമ്പോൾ ഒരു 20,000 23,000 റേഞ്ചിൽ നമുക്ക് കാണും. പിന്നെ 5D Mark III ഒരു 28 ആ റേഞ്ച് മുതൽ എപ്പോഴും സ്റ്റോക്കാണ്. ചിലപ്പോൾ 25, 30, 32 അങ്ങനെ എല്ലാത്തിനാണ്. പിന്നെ അതിൻ്റെ ഇതൊരു വൈറ്റ് ടെലി ലെൻസ് ആണ്. വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചുമ്മാ നമ്മുടെ ടെലി ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. വെഡിങ് വർക്കിനും എല്ലാത്തിനും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ IS2 ലെൻസും ഉണ്ട്, നോർമലും ഉണ്ട്. 5,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് എപ്പോഴും 25,000 മുതൽ 25. പുതിയതിന് അത്യാവശ്യം നല്ല ഇതിന്റെ ഇരട്ടി വില ഉണ്ട്. പിന്നെ ഇതൊരു ഫിഷ് ഐ ലെൻസ് എന്ന് പറയും. നല്ല വൈഡായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ലെൻസാണ്. 2,000 രൂപ, വേറെ 2,000 രൂപ. പിന്നെ അതുപോലെ 85mm ഉണ്ട്. അത്യാവശ്യം ഫ്രഷ് കണ്ടീഷൻ പീസാണ്. പുതിയതിന് 32 ആണെന്ന് തോന്നുന്നു വില വരുന്നത്. നമുക്കിവിടെ ഒരു 15,000 റേഞ്ച് കൊടുത്തേക്കാം. അതുപോലെ ഇതൊരു 10 to 18mm എന്നൊരു ലെൻസാണ്. 10 to 18 ഒരു അൾട്രാ വൈഡ് ലെൻസ്, അടിപൊളി ലെൻസാണ്. ഇതൊരു പുതിയതിന് നല്ല വിലയുണ്ട്. നമുക്കിവിടെ ഒരു 7,000 രൂപ ആ റേഞ്ചിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് സോണിയുടെ ഒരു സൂമിങ് ലെൻസാണ്. അതായത് സോണിയുടെ നമ്മുടെ എക്സാക്ട് ഇതിന്റെ ഒരു പെയർ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ലെൻസാണ്. ഇതിനകത്തൊക്കെ ഇടുന്ന ഒരു സോണിയുടെ ക്യാമറ ഉള്ള ഒരു ആൽഫ സീരീസിന്റെ 6000, 61 അങ്ങനെയുള്ള ക്യാമറയിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലെൻസാണ് സൂമിങ് ലെൻസ്. അത്യാവശ്യം നല്ലൊരു ലെൻസാണ്, നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ സോണിയുടെ 50mm ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഇതുപോലത്തേക്ക് നമ്മൾ ഈ കാണിച്ച പോലത്തെ ഒരു ക്യാമറയാണ് ഈ വരുന്നത്. ഒരു 6,000 രൂപ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ നമുക്കൊരു സൂമിങ് കാണിച്ചു തരാം ഞാൻ. ഇതുണ്ടോ, ഇത്രയും സൂമിങ് കണ്ടോ? ആ കാണുന്ന തെങ്ങിന്റെ ആണ് ഇതുണ്ട്. ഇതിന്റെ സൂമിങ് തിരിച്ചു വരുന്ന നോക്കി. ഇത്രയും സൂമിങ് വരുന്നൊരു വെറൈറ്റി ക്യാമറ S23 കിട്ടും. ഇല്ല, ഒരു വെറൈറ്റി ക്യാമറയാണ്. ഇത് എത്ര റേഞ്ച്? നമുക്ക് 5,000 രൂപയ്ക്കോളം ഈ ഒരു ക്യാമറ അല്ലേ. നല്ല സൂമിങ് നല്ല ഇതും വരുന്നൊരു ക്യാമറയാണ്. 5 രൂപയ്ക്കാണ് ഇത് പറയുന്നത്. ഇത് ഡ്രോൺ എങ്ങനെയാണ്? ഡ്രോൺ നമുക്ക് വരുമ്പോൾ ഇതിപ്പം Mavic Mini 3 Pro ആണ്. നമുക്ക് ഇത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. നമുക്ക് വരുമ്പോഴത്തേക്ക് ഇത് വരുമ്പോൾ ഏകദേശം ഒരു നമ്മളിവിടെ കൊടുക്കുന്ന ഒരു 70,000 രൂപ ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ട്. ഇതിന്റെ ഫ്ലൈമോർ കോംബോ വരുമ്പോഴത്തേക്ക് വിത്ത് RC കൺട്രോളർ നമുക്കൊരു 90,000, 85,000 ആ റേഞ്ചിന് എപ്പോഴും സ്റ്റോക്കാണ്. ഇതിന്റെ Mini 4 Pro സീൽഡ് ബോക്സും എല്ലാം നമ്മളെ ഉണ്ട്. ഡ്രോണൊക്കെ എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. നമ്മളിവിടെ എന്ത് ക്യാമറ എന്താണെങ്കിലും സ്റ്റോക്കില്ലെങ്കിലും നിങ്ങൾ വിളിച്ച് കൺഫേം ആണെങ്കിലും നമ്മളത് കറക്റ്റ് ചെയ്ത് തന്നിരിക്കും. അത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ഏത് ക്യാമറ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താലും നമുക്ക് 1 month ഷോപ്പ് വാറണ്ടി വരുന്നുണ്ട്. കൂടാതെ അത് തന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. കാര്യം നമ്മൾ 1 month ഷോപ്പ് വാറണ്ടി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഒരു DSLR ക്യാമറ സെക്കൻഡ് എടുക്കുന്നത് പിന്നീട് നശിച്ചു പോകുമോ, അങ്ങനെ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 1 month വാറണ്ടി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ അത് പേടിക്കേണ്ട. നമ്മളിവിടെ ഷോപ്പ് വാറണ്ടി ഉണ്ട്, കൂടാതെ ഇവിടെ സർവീസും കാര്യങ്ങളും ഉണ്ട്. ഇനി മെയിനായിട്ട് പറയാനുള്ള കാര്യം, നമ്മളെ കൊല്ലം ജില്ലയിലുള്ളവർക്ക് ഒരു പ്രത്യേക ഓഫർ വന്നിട്ട് നമുക്കിവിടെ റെന്റൽസിന്റെ സൗകര്യമുണ്ട്. സ്റ്റാർട്ടിങ് 200 രൂപ മുതൽ നമുക്കിവിടെ ക്യാമറ റെന്റൽസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ ക്യാമറ റെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തായിരിക്കും പ്രൂഫ്? നമ്മൾ പ്രൂഫ് കൂടുതലും മേടിക്കുന്ന ഒറിജിനൽ ലൈസൻസ്, പിന്നെ കൂടെ വരുന്ന ആളുടെ ആധാർ കാർഡ്, അങ്ങനെയൊക്കെ ഓരോ പ്രൂഫുകളാണ് നമ്മൾ മേടിക്കുന്നത്. അതായത് ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ടാണോ വരുന്നത് അതോ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഒരു ചെറിയ സേഫ്റ്റി ഇല്ലാത്തൊരു കാര്യമാണ്, എന്നാലും നമ്മൾ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം എല്ലാവരെയും വിശ്വസിക്കുന്നു കൊടുക്കുന്നു. അതായത് ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ ഇതും നമ്മൾ ഒറിജിനൽ വാങ്ങിച്ചു വെക്കും, അതിനുശേഷം മേടിച്ചിട്ട് നമ്മൾ ക്യാമറ അവർക്ക് റെന്റ് കൊടുക്കും. നമുക്ക് സ്റ്റാർട്ടിങ് 200 രൂപ മുതൽ 1,500, 1000, 2000 എല്ലാ റേഞ്ചിലുള്ള ക്യാമറാസും നമ്മളെ സ്റ്റോക്ക് കൊല്ലം ജില്ലക്കാർക്ക് മാത്രമേ ഉള്ളൂ. കൊല്ലം ജില്ലയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങോട്ട് തിരുവനന്തപുരം ബോർഡർ നമുക്ക് കൊടുക്കാൻ കാര്യം കുഴപ്പമില്ല, നമുക്ക് അടുത്താണ്, അതുകൊണ്ട് അതും നമുക്ക് കൊടുക്കാം. ബാക്കിയുള്ളവർക്ക് പാടായിരിക്കും. പിന്നെ പ്രൊഫഷണൽ ക്യാമറ ആഗ്രഹിക്കുന്നവർക്ക് സോണിയുടെ 7M3, അതുപോലെ 7M4, പിന്നെ EOS R ഇങ്ങനെയുള്ള ക്യാമറാസ് എല്ലാം നമ്മളതിൽ കാണും. ഇതൊക്കെ വരുമ്പോൾ നമ്മളൊരു 80-82 ആ റേഞ്ച് തൊട്ട് നല്ല സാധനം, നല്ല ഇത് ഒരു ഫ്രഷ് കണ്ടീഷനാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു ആവറേജ് കണ്ടീഷൻ ഒരു 65,000 മുതൽ നമ്മളതിൽ 7M3 സ്റ്റോക്കാണ്. വേണമെന്നുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ നമ്പർ വരുന്നത് 9633069755 96 33 06 97 55.
നമ്മളെ വിളിച്ചാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, മാക്സിമം നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്, ഓൾറെഡി ഈ വീഡിയോയിലും എഡിറ്റ് ചെയ്തിടുന്നുണ്ട്, അതുകൂടാതെ നമ്പർ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതിൽ കയറി കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ക്യാമറ എടുക്കുന്നവർക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു രീതിയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഇത്രയും ക്യാമറകളൊക്കെ പരിചയപ്പെടുത്തി തന്നതിനൊരു നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് എന്താണെങ്കിലും പരിചയപ്പെടുത്തി തരാം, എന്താണെങ്കിലും പഠിപ്പിച്ചു തരാം, എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇവിടെ വീട് അതുപോലെ തന്നെ നമ്മളിവിടുന്ന് ഞാനിപ്പോൾ ക്യാമറ എടുക്കാൻ വന്നിട്ടും എനിക്കും ഇവിടെ ക്യാമറയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു സെറ്റിംഗ് ഉണ്ട്. നമ്മൾ ഫോണിലാണ് എടുക്കുന്നത്, പക്ഷെ നമുക്കും കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമറ ഒരുപാട് പേർക്ക് ക്യാമറയെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബേസ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അറിഞ്ഞുകൂടാത്തവർക്കെല്ലാം നമ്മൾ പറഞ്ഞു തരും. പിന്നെ നമ്മൾ പറ്റിക്കുന്ന അങ്ങനെ ഒരു ഫീലൊന്നും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. നമ്മളിവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകത്തില്ല. പിന്നെ 1 month വാറണ്ടി ആയിരുന്നു, അതിനാണ് ഒരു ചെക്കിംഗ് വാറണ്ടി കണക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ഡി ക്യാമിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.